നമസ്കാരം. സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ഞാൻ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മുടെ യാത്ര ചാലോടാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ഒരു ശ്രീരാഗം ഒരു മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അവിടെ കീബോർഡ് പഠിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. അപ്പോ ആരാന്ന് മനസ്സിലായോ? ചാലോടുകാർക്ക് മനസ്സിലായി കാണും. അതിന് ബാക്കി കേരളക്കരയിൽ എല്ലാവർക്കും അറിയണ്ടേ? പേര് സ്വന്തം പറഞ്ഞോളൂ. പേര് രഘുരാജ്. രഘുരാജ് ചാലോട്. രഘുരാജ് ചാലോട്. ശരിക്കും ഒരു റിട്ടയർമെന്റ് ജീവിതം എങ്ങനെ അടിച്ചു പൊളിക്കണം എന്നൊരു തെളിവ് കൂടിയാണ് രഘുവാട്ടൻ. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് ആ ഒരു വല്ലാത്തൊരു വൈബായിരുന്നു. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒരു എപ്പിസോഡ് രഘുവാട്ടനെ പരിചയപ്പെടുത്തിയത്. ആക്ച്വലി രഘുവാട്ടൻ എന്താണെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സർക്കാർ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ആദ്യം ചോദിക്കട്ടെ, ഏത് ഫീൽഡ് ആയിരുന്നു? വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ആയിട്ടാണ് ജോലി ആരംഭിച്ചത്. എവിടേക്ക്? 1996 96 മുതൽ 2022 മെയ് വരെ ഞാൻ വാട്ടർ അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, ടെക്നിക്കൽ സ്റ്റാഫായിട്ട്. കണ്ണൂർ തന്നെയാണോ? കണ്ണൂരിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ കൊളച്ചേരി, മട്ടന്നൂർ, അങ്ങനെ ചാവശ്ശേരി പറമ്പ് പല സ്ഥലത്തും ജോലി ചെയ്തു. അപ്പോൾ ജോലിയുടെ ഇടക്ക് ഞാൻ കീബോർഡ്, ഓർക്കസ്ട്രയിൽ കീബോർഡ് വായിക്കാറുണ്ട്. അപ്പോൾ അതൊരു 1980 മുതൽ ഞാൻ ജോലിയിൽ കയറുന്ന മുമ്പേ പല സ്റ്റേജുകളിൽ കീബോർഡ് ആർട്ടിസ്റ്റായിട്ട് വായിച്ചു. ഗാനമേളകളിലും ഡാൻസുകള് അല്ലേ? അതായത് നമ്മളിപ്പോ കലാകാരന്മാരെ എന്തായാലും ഒളിച്ചിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? മനസ്സിൽ ചെറിയൊരു തീപ്പൊരിയുണ്ട്, അത് തീപ്പന്തമായിട്ട് മാറും, അത് വലിയൊരു തീഗോളമായിട്ട് മാറും. അത് ഉദാഹരണമാണ് ഇദ്ദേഹം. പഠിക്കുന്ന കാലം മുതലേ ഇതിന്റെ ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആരായിരുന്നു ഗുരുനാഥൻ കീബോർഡിന്റെ? ഗുരുനാഥൻ ഞാൻ ആദ്യം കുറച്ച് കാലം അപ്രന്റീസ്, ഒരു 86 കാഞ്ഞങ്ങാട് നിന്ന് കുറച്ച് സംഗീതം പഠിച്ചു. കർണാട്ടിക് വോക്കൽ സംഗീതം പഠിക്കണം. ഞാൻ ആദ്യം ഹാർമോണിയം വായിക്കാൻ വേണ്ടി പഠിക്കാൻ പോയി. അപ്പോൾ അവർ പറഞ്ഞു സംഗീതം പഠിച്ചോന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കൊല്ലം പഠിച്ചു. അപ്പോൾ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞു. എൻ്റെ ജ്യേഷ്ഠനാണ് ഗിറ്റാറിസ്റ്റ്. ഈ കാലയളവിൽ ഒരു 85 മുതൽ ഗിറ്റാർ പഠിക്കും. അപ്പോൾ നമ്മൾ തലശ്ശേരിയിലായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് അവിടുന്ന് ഗിറ്റാർ പഠിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ മനസ്സിലങ്ങനെ കയറി. അപ്പോൾ കീബോർഡ്, ഈ ഞാൻ ഹാർമോണിയം പഠിച്ച് അതിൽ വായിക്കുമ്പോൾ ഗിറ്റാറിൻ്റെ നോട്ട്സും കീബോർഡുമായിട്ട് അപ്പോൾ നമ്മൾ തമ്മിൽ ആ കോമ്പിനേഷൻ വന്നു. ഗിറ്റാർ കീബോർഡ് വെച്ചിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് അങ്ങനെ പോയി, അങ്ങനെ പഠിച്ചു. പിന്നെ അങ്ങനെയാണ് തലശ്ശേരി ചോയ്സ് ഓർക്കസ്ട്രയിൽ ഒരു ഏകദേശം ഒരു 30 വർഷത്തോളം, 92 മുതൽ അതിൽ കീബോർഡ് അപ്പോൾ ഞാനുണ്ടാവും. പിന്നെ ഏട്ടൻ ഗിറ്റാറിസ്റ്റ്, പിന്നെ അനുജൻ തബലിസ്റ്റ് ഉണ്ട്. അപ്പൊ കുടുംബപരമായിട്ട് കലാകുടുംബമാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതായത് കേക്കിന്റെയും അതുപോലെ സർക്കസിന്റെയും നാട് കലയുടെയും നാടാണെന്ന് തെളിയിക്കുകയാണ് തലശ്ശേരി, അല്ലെ? അപ്പൊ ആ തലശ്ശേരി നമ്മൾ ഇവിടത്തേക്ക് കുറ്റ്യാടിലേക്ക് പറിച്ചു നട്ടു. അങ്ങനെ പറയാം അവിടുന്ന്. അപ്പൊ അതില് കുടുംബത്തില് ഞാൻ നേരത്തെ ചോദിച്ചു വന്നു, കലാകുടുംബമാണെന്ന്. ജ്യേഷ്ഠൻ, അപ്പൊ മൂത്ത ജ്യേഷ്ഠനാണ് പേരെന്താ അവരുടെ? മധുസൂദൻ. അവര് തബലയാണ്. അവരാണ് നമ്മളെ ആര്യസ്ബായി എന്ന് പറഞ്ഞ ഒരു സാധനം പഠിച്ചു. അതാണ് നമുക്ക് ആദ്യത്തെ പ്രചോദനം. നമ്മൾ തബലയിൽ വന്നു. അതിനുശേഷം ജ്യേഷ്ഠൻ ഗിറ്റാർ പഠിച്ചു, കൃഷ്ണകുമാർ ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനൊന്നൊരു തബല വായിക്കും. ഈ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ നോട്ട് നോക്കിയിട്ട് പഠിച്ച് കുറച്ചു കാലം തബല പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അതിനുശേഷം കീബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അനുജനും തബല പഠിച്ചു. അപ്പോൾ നമ്മൾ ഏട്ടൻ പിന്നെ റെയിൽവേയിൽ ജോലി കിട്ടിയിട്ട് അങ്ങനെ പോയതുകൊണ്ട് പിന്നെ ഞാനും ഗിറ്റാറിസ്റ്റ് ചേട്ടനും അനുജനും കൂടി ഓർക്കസ്ട്രയിൽ കുറേ കാലം വായിച്ചു. അനുജനും എന്നിട്ട് മിലിറ്ററിയിലേക്ക് ജോലി കിട്ടി, അവിടെ തബലിസ്റ്റായിട്ട് ചെയ്തു. ഞാൻ ഏട്ടനും കമ്പൈൻഡായിട്ട് ഒരുപാട് കാലം, ഒരു 20 കൊല്ലത്തിന് മേലെ നമ്മൾ
അപ്പൊ ആ കലാകുടുംബത്തിലേക്ക് ഒരു ഗായിക കൂടി വന്നു എന്ന് പറഞ്ഞു ആ അല്ലെ, ഭാര്യ. അവര് പരിചയപ്പെടുത്തണ്ടേ? ചെറിയൊരു ഇല്ല, നമ്മളെ ഇൻഡോർ പരിപാടിക്കും നമ്മളെ ഫങ്ഷൻസ് ഒക്കെ പാടും. കുടുംബത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താവോ? അവരുടെ പേരെന്താണ്? അവരുടെ പേര് ഹണി. ഹണി. അവര് പാട്ട് പാടും. പിന്നെ മക്കള്? മകൻ ഉണ്ട്. മകൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ. ശ്രീരാഗ്. അതാണ് ശ്രീരാഗം. പിന്നെ മകനും കുറച്ച് ഗിറ്റാർ വായിക്കും. തീർച്ചയായിട്ടും കലാകുടുംബത്തിൽ ഇങ്ങനെ കടന്നു വരുമല്ലേ എല്ലാവരും. പഠിക്കുന്നുണ്ട്. പിന്നെ അവൻ പാട്ട് പാടുന്നത് നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ അവന് ടേസ്റ്റ് പുറത്ത് കാണിക്കാത്തതുകൊണ്ട് പഠിപ്പിച്ചില്ല. അപ്പൊ പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവനൊരു പാട്ട് പാടുന്ന കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവൻ പാട്ട് ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പാട്ട് ടേസ്റ്റ് വെച്ചിട്ട് അവൻ ഗിറ്റാർ പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വളർന്ന് വരട്ടെ. ഈ ജോലിയുടെ ഒപ്പം തന്നെ നമുക്ക് കലാപരമായിട്ട് കൊണ്ടുപോകാൻ കുറെ കാലം യാത്ര തുടർന്നല്ലോ അല്ലെ, കുറെ ചോയ്സ് ഓർക്കസ്ട്ര അല്ലെ. അപ്പൊ നമ്മൾ റിട്ടയർമെന്റ് ജീവിതത്തിലും ആസ്വാദമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുകയാണെ, നമ്മളിപ്പം പഠിപ്പിക്കാൻ ഒന്ന് ചേട്ടൻ ആദ്യം തബല കൊണ്ട് തന്ന് വീട്ടിൽ തന്നപ്പോ നോട്ട്സ് നോക്കി പഠിക്കാൻ തുടങ്ങി. അപ്പൊ ആ ചേട്ടനും ഗുരുനാഥനാണ് അല്ലെ. അതുപോലെ തന്നെ കീബോർഡിലേക്ക് തോന്നാൻ കാരണം ഗിറ്റാറിസ്റ്റ് ചേട്ടനും ഗുരുനാഥൻ തന്നെയാണ്. ഏട്ടന്മാര് ഗുരുനാഥന്മാരാണ്. അതുപോലെ തന്നെ പുറത്ത് ഏട്ടനെ പഠിപ്പിച്ച ലാംബർട്ട് കൂത്തുപറമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനെ ഗിറ്റാർ പഠിപ്പിച്ച ലാംബർട്ട് മാഷാണ്. അപ്പോൾ എനിക്ക് കീബോർഡിന്റെ ബേസിക് ജസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ അതിന്റെ കൂടുതൽ പഠിക്കാൻ വേണ്ടി ഞാൻ കൂത്തുപറമ്പിൽ പോയിട്ട് കുറെ കാലം ലാംബർട്ട് മാഷിന്റെ കീഴിലും ഞാൻ കുറെ പഠിച്ചു. അതാണ് ഓർക്കസ്ട്രയിൽ വായിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. കാരണം വെച്ചാല് എന്തായാലും ഗുരുനാഥന്മാരുടെ ആ ഒരു പിൻബലം അല്ലെ, അതെന്തായാലും ഉണ്ട്. അതാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത് ഇന്നിവിടെ കാണുന്ന രീതിയിലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു വന്നിരുന്ന വീണ്ടും തിരിച്ചെത്തുകയാണെ, നമ്മൾ റിട്ടയർമെന്റിലേക്ക് എത്താൻ പോവാണ്. ഈ സമയത്ത് മനസ്സിൽ ഇങ്ങനെ സ്പർദ്ധയാണ്, നമ്മുടെ കലാജീവിതം മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലേക്ക്. അവിടെയാണ് നമ്മൾ സ്റ്റുഡിയോ കണ്ടത്. ഇന്ന് ഞാൻ കടന്നു വന്നതും ശ്രീരാഗം സ്റ്റുഡിയോയിലേക്കാണ്. ചാലോട് ഗോവിന്ദാം വയലിലേക്ക് പോകുന്ന ആ റോഡുണ്ട്, അവിടെ ആ ഒരു ബിൽഡിങ്ങിന്റെ 3ാം നിലയിലേക്ക് കടന്നു വരുമ്പോൾ നല്ല ഗംഭീരമായിട്ട് അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. അവിടെ ഞാൻ കയറി വരുമ്പോൾ നമ്മുടെ കണ്ണൂർ രഞ്ജിത്ത് ഏട്ടൻ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാട്ട് പാടുന്നുണ്ട്. ഒരു മാഷൊക്കെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നോട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കുറെ രഞ്ജിത്തേട്ടനെ നോക്കുമ്പോൾ നല്ല അടിപൊളി മധുരമായിട്ടുള്ള ഗാനങ്ങളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പോലും രഘുവാട്ടിന് നമ്മളെ ശ്രദ്ധിക്കാവുന്ന സമയത്ത്, കാരണം മൊത്തം ജോലിയിൽ തിരക്കിലേക്ക് നിൽക്കുകയാണ്. പിഞ്ചു മനസ്സിൽ കുടികൊള്ളുമാശയം ശോഭനം പരിപാവനം ലാളനയും ലാളിത്യവും ഒരുപോലെ കുന്നൊരുടയാർന്ന കാലം കൗതുകവും കർമ്മേച്ഛയും ഒരുപോലെ ഉണരും നിൽക്കുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ ഇത്ര പേരും ചോദിക്കുന്നത്, ആ തിരക്കാണെന്ന് അറിയാമെങ്കിൽ ഈ ഇതിലേക്ക് വരാനുള്ള വഴി എങ്ങനെയാണ്? ഇതിലേക്ക് വരാൻ, അതായത് ഗാനമേളകളിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മദ്രാസിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ചെയ്യുന്ന ഒരാള് പരിചയപ്പെട്ടു. അപ്പൊ അയാളെ ഞാൻ കൂടുതൽ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ മനസ്സിലായി. അപ്പോൾ അയാൾ പറഞ്ഞു അതിന് ഇത്ര, അന്നേരം കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഒരു 2010-8 കാലഘട്ടത്തിൽ. അപ്പോൾ റാം ഇത്ര വേണം, ഓരോ സോഫ്റ്റ്വെയർ, ഈ മ്യൂസിക് സോഫ്റ്റ്വെയർ ചെയ്യേണ്ടെങ്കിൽ ഇത്ര സാധനം വേണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള സിസ്റ്റം വളരെ ലോ ആണ്. അപ്പോൾ അയാൾ അത് പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തു. അയാളൊരു ന്യൂണ്ടോ സോഫ്റ്റ്വെയർ ചെയ്ത് തന്ന് ഒരു ദിവസം വന്ന് എല്ലാ കാര്യങ്ങളിലും പഠിപ്പിച്ചു. അപ്പോൾ അതിനോടുള്ള റെക്കോർഡിങ്ങിനോട് ഭയങ്കര താല്പര്യമായതുകൊണ്ട് ആ ഫീൽഡ് തന്നെ ഞാൻ കുറച്ചും കൂടി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ ഒരു 2012 മുതൽ വീട്ടിലൊരു റൂമിൽ, നമ്മളൊരു ബെഡ്റൂമിൽ അക്കോസ്റ്റിക് ഒക്കെ അതൊക്കെ നമ്മളെ മിനിമം രീതിയിൽ ചെയ്തു. അപ്പോൾ ഒരു മൈക്കൊക്കെ വെച്ച് അങ്ങനെ പഠിക്കുകയും ചെയ്തു. നമ്മളെ അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഓർക്കസ്ട്ര കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു പാട്ട് കിട്ടിയാൽ അതിന്റെ ഓർക്കസ്ട്രേഷൻ അപ്പോൾ അതാണ് എൻ്റെ പ്രധാനം. നമ്മളെ വോയിസ് റെക്കോർഡിങ്ങും അനൗൺസ്മെന്റിനെക്കാട്ട് കൂടുതൽ എൻ്റെ വർക്ക് അങ്ങനെ ചെയ്ത് ഓരോ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും
പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കുട്ടികളെ. അപ്പോൾ ഈ റിട്ടയർമെന്റ് ജീവിതം ഇപ്പൊ 2022 റിട്ടയർ ആയി. അപ്പോൾ വീട്ടിലെ ഹോം സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് രാത്രി ചെയ്യാൻ പറ്റുന്ന ഞായറാഴ്ച ഓഫ് ഡേയ്സിൽ മാത്രമല്ല വർക്ക്. താമസിക്കുന്ന എവിടെ ഇപ്പൊ പറഞ്ഞ ശരിക്കും? ചാലോട് തന്നെ. അതിനുശേഷം 2022 റിട്ടയർ ചെയ്തതിനു ശേഷം ഫുൾ ടൈം ആക്കാൻ റെക്കോർഡിംഗ് ഫുൾ ടൈം ആ ഒരു ചിന്ത വന്നു. അങ്ങനെ റൂമൊക്കെ അന്വേഷിച്ച് വന്നു. സമാധാനമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടി. അപ്പോ ഒരു വർഷമാകാൻ പോകുന്നു. അപ്പൊ പിന്നെ ഞാൻ സ്റ്റുഡിയോ മാത്രമാകുമ്പം അതിനുള്ള ആൾക്കാരല്ലേ വരും. അപ്പൊ നമുക്ക് ക്ലാസ്സും കൂടി. അപ്പൊ ഏട്ടൻ ഗിറ്റാർ കീബോർഡ് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഓർക്കസ്ട്രയിൽ മുമ്പേ വായിക്കുന്ന വേണുഗോപാൽ അഴീക്കോട്, അദ്ദേഹം വയലിൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വയലിൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഗുരുനാഥും മറ്റ് ഗാനമേളകളിൽ ആദ്യം ഒരു 30 കൊല്ലം മുമ്പേ വർക്ക് ചെയ്ത ഒരു ബാലചന്ദ്രൻ അടൂർ, നല്ലൊരു ക്ലാസിക്കൽ ഗായകനാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ക്ലാസ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന് മൂപ്പർക്ക് തിരക്കുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞായറാഴ്ച ഒരു നേരം ഗുണം കിട്ടുന്ന രീതിയിലേക്ക് സത്യത്തിലെ പല സ്ഥലത്തും ആളുകൾക്ക് കുട്ടികൾക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ്. കാരണം ബസ് സ്റ്റാൻഡ് അടുത്താണ്, എല്ലാം കൊണ്ടും ഗുണമാണ്. നല്ലൊരു മാഷായ കൊണ്ട് കുറെ പാട്ട് പാടുന്ന സാധാരണ ഈ കരോക്കെ പാടുന്നവരുണ്ട്, അവർക്കൊരു ഇമ്പ്രൂവ്മെന്റും. ഇപ്പൊ വലിയ പ്രായമുള്ള 50 വയസ്സുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളും പഠിക്കുന്നുണ്ട്. കീബോർഡിന് പ്രായം ഘടകമല്ല. ക്ലാസ്സുകൾ ഏത് ദിവസങ്ങൾ ഏത് സമയങ്ങളിലാണ്? ഞായറാഴ്ച 4 മണി മുതൽ 6 മണി വരെ വോക്കൽ ക്ലാസിക്കൽ. ക്ലാസ് കൊടുക്കുന്നുണ്ടോ? ഞാൻ കീബോർഡിന്റെ ഞായറാഴ്ച ഈ ബുധനാഴ്ചയാണ് ശരിയായ കീബോർഡ്. ബുധനാഴ്ച വരാൻ പറ്റാത്തവർക്ക് ഞായറാഴ്ച ഇവിടെ. അപ്പോൾ എനിക്ക് ഇതിന്റെ തിരക്കുള്ളതുകൊണ്ട് അധികം എടുക്കാറില്ല. ഒരു 4 കുട്ടികളെ ഞാൻ ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കി ഒരു 10-20 കുട്ടികൾ ബുധനാഴ്ച ഗിറ്റാറിന് വരും. ഗിറ്റാറിനാണ് കൂടുതൽ കുട്ടികൾക്ക് ഗിറ്റാറിനോടാണ് കുറച്ച് താല്പര്യമുള്ളത്. നല്ല കുട്ടികളുണ്ട്. പാട്ട് പാടുമല്ലോ കേട്ടോ. കാരണം എന്തായാലും സ്റ്റേജിൽ പാടല്ല, ഞാൻ ട്യൂൺ ചെയ്യുമ്പോ ഞാൻ കേട്ടു, ഞാൻ പാടി വെച്ചിട്ട് കൊടുക്കുന്നു മാത്രം. എന്തായാലും എയർപോർട്ട് നഗരമായ മട്ടന്നൂരില് അത് തൊട്ടടുത്താണ് ചാലോട് ടൗൺ, അവിടെയാണ് താമസിക്കുന്ന രഘുവേട്ടൻ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെയാണ് രഘുരാജ് ചാലോടിന്റെ ഈ പിന്നെ സങ്കേതം. മ്യൂസിക് ആവശ്യമുള്ളവർക്കെല്ലാം ഇവിടെ വരാം, എഡിറ്റ് ചെയ്യാം, അതുപോലെ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിനും മുൻതൂക്കം കൊടുക്കലുണ്ടെന്ന് തോന്നുന്നു. ലയൺസിന്റെ എന്തോ കാര്യമായിട്ട് അതിനെ കുറിച്ചൊന്ന് പറയാമോ? എന്തൊക്കെയാണ്? ഞാൻ സർവീസിലിരിക്കുന്ന സമയത്താണ് ഒരു ലയൺസ് ക്ലബിന്റെ ഒരു പുതിയ ക്ലബ്ബ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മട്ടന്നൂരുള്ള കുറച്ച് സുഹൃത്തുക്കൾ, കുറച്ചടുത്ത ഒരു മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്ട് ഉണ്ട്. അവരും എന്നോട് ഇങ്ങനെ ചോദിച്ചു, ലയൺസ് ക്ലബ്ബിൽ താല്പര്യമുണ്ടോ? അപ്പം ആദ്യം ഇല്ലയെന്ന് പറഞ്ഞു. നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടി നമ്മൾ മട്ടന്നൂർ എയർപോർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് ലയൺസ് ക്ലബ്ബ് 2017 രൂപീകരിച്ചിരുന്നു. അപ്പോൾ ഞാൻ 2022 റിട്ടയർ ആയ സമയത്ത് എനിക്ക് ആ ഫ്രീ ടൈം ഉണ്ടാവും എന്നുള്ള ഇതിൽ എന്നോട് പ്രസിഡന്റായി നിൽക്കാൻ വേണ്ടി അപേക്ഷിച്ചു. അതിനും ഞാൻ എനിക്ക് കുറച്ച് ചെറിയൊരു സാമൂഹ്യ ബോധം ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ പ്രസിഡന്റ് ആയിരിക്കാനുള്ള താല്പര്യം കുറവാണ്. അപ്പൊ എല്ലാവരും കൂടി നിർബന്ധിച്ചു. അങ്ങനെ മട്ടന്നൂർ എയർപോർട്ട് സിറ്റി എന്നുള്ള ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ്. ഇപ്പൊ എത്ര വർഷത്തേക്കായി? ഇപ്പൊ കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ പുതിയ ആൾക്കാർ വരാത്തതുകൊണ്ട് ഒരു വർഷം. സംഗീത ക്ലാസുകളുടെ 1ാം വാർഷികം മെയ് 13 പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വർണ്ണാഭമായ പരിപാടികളോടെ ശ്രീ ഗോവിന്ദാംവയൽ വിഷ്ണു ക്ഷേത്ര ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നു. ശ്രീരാഗത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ശ്രീരാഗം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷമാകാൻ പോകുന്നു അല്ലെ? അപ്പൊ നമ്മൾ ശ്രീരാഗത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ശ്രീരാഗത്തിന് 1ാം വാർഷികത്തിനെ കുറിച്ചും അതിലും മനസ്സിൽ എന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ കഴിഞ്ഞ 2023 ഏപ്രിൽ 24 നമ്മൾ ഇതിന്റെ ഉദ്ഘാടനം ചെയ്തു. അതിനോട് അനുബന്ധിച്ച് ക്ലാസ്സുകൾ തുടങ്ങി. അപ്പോൾ ഒരു വർഷമാകുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിൽ വന്നു, ഒരു വർഷമായി കുട്ടികളൊക്കെ കുറച്ച് പഠിച്ചു, ഏകദേശം കുറച്ച് നല്ല കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഗിറ്റാറിന്റെ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഒരു വാർഷികം സംഘടിപ്പിക്കാം, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ, ഒരു പെർഫോം ചെയ്യാനും അപ്പോൾ ഒരു വേദി വേണം. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് നമ്മൾ ഏകദേശം മെയ് 1st 2nd വീക്കിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ പേരൻസിൻ്റെ ഒക്കെ മീറ്റിംഗ് വിളിച്ചു. ഇനി അമ്പലത്തിൻ്റെ ഹാള്
അവിടെ ശ്രീ ഗോവിന്ദാംവയൽ അല്ലേ? ശ്രീ ഗോവിന്ദാംവയൽ അമ്പലത്തിൽ നമുക്ക് അവിടെ സൗകര്യം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പെർഫോമൻസ് നമ്മൾ അവിടെ നിങ്ങളുടെ ശിഷ്യഗണങ്ങൾക്ക് നല്ലൊരു അവസരം കൊടുക്കും. തീർച്ചയായിട്ടും അത് ഒത്തിരി ഗുണകരമാവട്ടെ. കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു, അതുപോലെ തന്നെ മനസ്സിലുള്ള ആ ചെറിയൊരു മിത്തിനെ ഇത്രത്തോളം എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്തു എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സ്റ്റുഡിയോ തന്നെ നമുക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈബ് അത് നിങ്ങൾക്കും കൂടി കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണം. അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് ഇഷ്ടം പോലെ പ്രഗത്ഭരായ അധ്യാപകർ ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മൾ രഘുരാജ് ചേട്ടൻ പറഞ്ഞു തന്നു. എന്തായാലും മുന്നോട്ടുള്ള വഴികളിൽ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്, വിജയാശംസകൾ നേരുകയാണ്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ചാലോട് വരെ എത്തി. ഇനി യാത്ര നമുക്ക് തുടരുകയാണ്. നമ്മുടെ യാത്രയിൽ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. പരിപാവനം പിഞ്ചു മനസ്സിൽ കുടികൊള്ളുമാശയം ശോഭനം പരിപാവനം ലാളനയും ലാളിത്യവും ഒരുപോലേൽക്കുന്നൊരുടയാർന്ന